യുക്രൈൻ യുദ്ധഭൂമിയിൽ വീണ്ടും ചോരയും തീയും പടർത്തിക്കൊണ്ട് റഷ്യ തങ്ങളുടെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണ പരമ്പരയാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ ഈ പുതിയ സൈനിക നീക്കം സമീപകാലത്തെ ഏറ്റവും വിനാശകരമായ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. നഗരത്തെ ഒന്നടങ്കം വിറപ്പിച്ചുകൊണ്ട് തുടർച്ചയായി ഉണ്ടായ ശക്തമായ സ്ഫോടനങ്ങൾ കിയവിലെ ജനവാസ മേഖലകളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും കനത്ത പുകച്ചുരുളുകൾ ആഴ്ത്തി. തലസ്ഥാന നഗരിയിലെ വായു പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് റഷ്യൻ സൈന്യം ഇത്തവണ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചത്. അതിവേഗത്തിൽ ആകാശത്തു നിന്നും പതിക്കുന്ന ഇത്തരം മിസൈലുകളെ പ്രതിരോധിക്കുക എന്നത് അതീവ സങ്കീർണമായ ദൗത്യമാണ്. എങ്കിലും യുക്രൈൻ വ്യോമസേന തങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് റഷ്യൻ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ കടുത്ത വ്യോമാക്രമണത്തെ തുടർന്ന് കീവിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻതോതിലുള്ള തീപിടുത്തങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആകാശത്തു നിന്നും വെടിയുതിർത്ത് വീഴ്ത്തിയ മിസൈലുകളുടെ കനത്ത അവശിഷ്ടങ്ങൾ നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് പതിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. വലിയ ശബ്ദത്തോടെ മിസൈൽ ഭാഗങ്ങൾ ജനവാസ മേഖലകളിലും വ്യവസായ കേന്ദ്രങ്ങളിലും വീണതോടെ നിമിഷനേരം കൊണ്ട് പ്രദേശം യുദ്ധക്കളമായി മാറുകയായിരുന്നു. കീവിലെ പ്രധാന തന്ത്രപ്രധാന മേഖലകളിൽ ഒന്നായ ദാർസി സ്ട്രീറ്റിലാണ് ആക്രമണത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖം ദൃശ്യമായത്. തകർക്കപ്പെട്ട റഷ്യൻ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വന്ന് വീണതിനെ തുടർന്ന് ഇവിടെയുള്ള വലിയ വെയർഹൌസ് അഥവാ സംഭരണശാല കെട്ടിടങ്ങൾക്ക് പൂർണ്ണമായും തീപിടിക്കുകയായിരുന്നു. കെട്ടിടങ്ങൾക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന കത്തുന്ന വസ്തുക്കൾക്ക് തീപിടിച്ചതോടെ ദുരന്തത്തിന്റെ ആഴം വർദ്ധിച്ചു. ഈ കനത്ത വ്യോമാക്രമണങ്ങൾ യുക്രൈൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെ പൂർണ്ണമായി ബാധിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളും ഓഫീസുകളും താൽക്കാലികമായി അടച്ചിടേണ്ടി വരികയും ഗതാഗത സംവിധാനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു. നിരന്തരം മുഴങ്ങുന്ന സൈറണുകളും സ്ഫോടന ശബ്ദങ്ങളും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്നും ഇത്രയും കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും തങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ലെന്ന കടുത്ത നിലപാടിലാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി. റഷ്യൻ ഭീകരതയ്ക്കെതിരെ പോരാടാൻ തങ്ങൾക്ക് കൂടുതൽ അത്യാധുനിക ആയുധങ്ങളും ദൂരപരിധിയുള്ള മിസൈലുകളും പാശ്ചാത്യ സഖ്യകക്ഷികൾ അടിയന്തരമായി നൽകണമെന്ന് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടു. അമേരിക്കയും നാറ്റോ സഖ്യരാജ്യങ്ങളും റഷ്യയുടെ ഈ ക്രൂരമായ മിസൈൽ ആക്രമണങ്ങളെ കടുത്ത ഭാഷയിലാണ് അപലപിച്ചിരിക്കുന്നത്. സിവിലിയന്മാരെയും നഗരങ്ങളെയും ലക്ഷ്യമിട്ട് റഷ്യ നടത്തുന്ന ഇത്തരം വ്യോമാക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. റഷ്യയ്ക്ക് മേൽ കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള ആലോചനയിലാണ് പാശ്ചാത്യ ശക്തികൾ. അതേസമയം യുക്രൈൻ തങ്ങളുടെ അതിർത്തിക്കുള്ളിലെ റഷ്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് തങ്ങൾ ഈ മിസൈൽ മഴ പെയ്യിക്കുന്നതെന്നാണ് ക്രെംലിന്റെ വാദം. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള എല്ലാ സൈനിക നീക്കങ്ങളെയും കനത്ത ശക്തി ഉപയോഗിച്ച് തന്നെ അടിച്ചമർത്തുമെന്ന സന്ദേശമാണ് റഷ്യ നൽകുന്നത്. ഈ യുദ്ധം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കം മാത്രമല്ല, മറിച്ച് ഇത് ലോകത്തെ വൻ ശക്തികൾ തമ്മിലുള്ള ഒരു വലിയ ആഗോള പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടുന്ന സഖ്യത്തിന്റെ പിന്തുണ റഷ്യയ്ക്ക് ലഭിക്കുമ്പോൾ അമേരിക്കയും യൂറോപ്പും യുക്രൈന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു. ഇത് യുദ്ധം നീണ്ടുപോകാൻ മാത്രമേ കാരണമാകുന്നുള്ളൂ. കീവ് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷം യുക്രൈനിലെ മറ്റൊരു പ്രധാന നഗരമായ ക്രെമെൻചുക്കിലും അതിശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കീവിന് നേരെ പ്രയോഗിച്ചതുപോലെ തന്നെയുള്ള കനത്ത ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ ക്രെമെൻചുക്കിന് നേരെയും തൊടുത്തുവിട്ടത്. ഇതോടെ രാജ്യമൊട്ടാകെ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയുടെ നിഴലിലായി. ക്രെമെൻചുക്കിലുണ്ടായ സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ നിരവധി കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകൾ തകരുകയും ജനങ്ങൾ പരിഭ്രാന്തരായി ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടിമാറുകയും ചെയ്തു. വ്യവസായ പ്രാധാന്യമുള്ള ഈ നഗരത്തിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ മിസൈലുകൾ എത്തിയതെന്ന് സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ ലഭ്യമാക്കിക്കൊണ്ടിരുന്നതേയുള്ളൂ. ഈ മിസൈൽ പരമ്പരകളെ തുടർന്ന് യുക്രൈനിലെ ഒട്ടുമിക്ക പ്രവിശ്യകളിലും ഒരേ സമയം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചുവപ്പ് മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടു. ജനങ്ങൾ യാതൊരു കാരണവശാലും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും സുരക്ഷിതമായ ഭൂഗർഭ താവളങ്ങളിൽ തന്നെ തുടരണമെന്നുമുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ് ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യയുടെ ഈ പുതിയ ആക്രമണ ശൈലി യുക്രൈന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ പൂർണ്ണമായി തളർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു.
ഒരേ സമയം വിവിധ നഗരങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നതിലൂടെ യുക്രൈൻ സൈന്യത്തിന് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ എവിടെ കേന്ദ്രീകരിക്കണം എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാകാൻ റഷ്യയ്ക്ക് സാധിക്കുന്നുണ്ട്. യുക്രൈനിലെ ഊർജ നിലയങ്ങളെയും സൈനിക ആസ്ഥാനങ്ങളെയും പൂർണ്ണമായി തകർക്കുക എന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത അജണ്ടയുടെ ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത്. വരാനിരിക്കുന്ന കടുത്ത ശൈത്യകാലത്തിനു മുൻപ് യുക്രൈനെ സാമ്പത്തികമായും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും പരമാവധി ദുർബലപ്പെടുത്താനാണ് മോസ്കോ ശ്രമിക്കുന്നത്. വെയർഹൌസുകളിൽ നിന്നും ഉയർന്ന ആകാശത്തോളം പോന്ന കൂറ്റൻ തീജ്വാലകളെയും കനത്ത പുകപടലങ്ങളെയും നിയന്ത്രണ വിധേയമാക്കാൻ യുക്രൈനിലെ അഗ്നിശമന സേനാംഗങ്ങൾ ജീവൻ പണയം വെച്ചാണ് പോരാടിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ അടിയന്തരമായി സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. മണിക്കൂറുകളോളം നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് തീ മറ്റു കെട്ടിടങ്ങളിലേക്ക് പടരുന്നത് തടയാൻ ഇവർക്ക് കഴിഞ്ഞത്. ആക്രമണം നടന്നയുടൻ തന്നെ കീവ് പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രദേശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി. കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി തകർന്ന കെട്ടിടങ്ങളുടെ പരിസരങ്ങളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കുന്നത് പോലീസ് തടഞ്ഞിരുന്നു. തകർന്നു വീണ അവശിഷ്ടങ്ങളിൽ ഇനിയും പൊട്ടാത്ത സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ബോംബ് സ്ക്വാഡ് വിദഗ്ധരും രംഗത്തിറങ്ങിയിരുന്നു. ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം കീവിലുണ്ടായ ഈ മിസൈൽ മഴയിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും അനേകം പേർക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടാണ് ഇവർക്ക് പരിക്കേറ്റത്. കനത്ത മിസൈൽ ആക്രമണം നടന്നിട്ടും ആളപായം വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിച്ചത് യുക്രൈന്റെ മുൻകരുതൽ സംവിധാനങ്ങളുടെ മികവ് കൊണ്ടാണെന്ന് വിലയിരുത്തപ്പെടുന്നു. റഷ്യ വിക്ഷേപിച്ച പല മാരക മിസൈലുകളെയും തങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞു നിർത്തിയതായി യുക്രൈൻ സൈനിക വക്താക്കൾ അവകാശപ്പെട്ടു. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ പേട്രിയറ്റ് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് കിയവിനെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ചില മിസൈലുകൾ പ്രതിരോധം ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുക തന്നെ ചെയ്തു. കീവിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ കൊണ്ട് മാത്രം റഷ്യ തങ്ങളുടെ വിനാശകരമായ നീക്കങ്ങൾ അവസാനിപ്പിച്ചില്ല എന്നതാണ് യുക്രൈനെ കൂടുതൽ ആശങ്കയിലാക്കുന്നത്. തലസ്ഥാന നഗരിയിലെ സ്ഫോടനങ്ങൾക്ക് തൊട്ടു പിന്നാലെ രാജ്യം മറ്റൊരു വലിയ ദുരന്തത്തിനു കൂടി സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന സൂചന നൽകിക്കൊണ്ട് യുക്രൈന്റെ മറ്റു ഭാഗങ്ങളിലും വ്യോമാക്രമണ മുന്നറിയിപ്പുകൾ മുഴങ്ങിയിട്ടുണ്ട്. കീവിലെ വെയർഹൌസ് തീപിടുത്തം യുക്രൈനിലെ ചരക്ക് വിതരണ ശൃംഖലയെ തന്നെ ബാധിച്ചേക്കാം. രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും സംഭരിച്ചു വെച്ചിരുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ ക്ഷാമത്തിന് കാരണമായേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. യുക്രൈനിലെ തകർന്നടിഞ്ഞ നഗരങ്ങൾ പുനർനിർമ്മിക്കുക എന്നത് ഭാവിയിൽ വലിയൊരു വെല്ലുവിളിയായിരിക്കും. ഓരോ ദിവസവും ഉണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങൾ രാജ്യത്തെ ദശാബ്ദങ്ങൾ പുറകിലേക്ക് തള്ളിക്കളയുകയാണ്. എങ്കിലും വിദേശത്തു നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ ഉപയോഗിച്ച് താൽക്കാലിക പ്രതിരോധം തീർക്കാനാണ് യുക്രൈൻ ശ്രമിക്കുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്നും ഇനിയും കൂടുതൽ മാരകമായ ആക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ കൂടുതൽ ക്രൂയിസ് മിസൈലുകളും ഇറാൻ നിർമ്മിത ഡ്രോണുകളും ഒന്നിച്ചുപയോഗിച്ചുള്ള ഒരു വലിയ വ്യോമാക്രമണത്തിന് റഷ്യ പദ്ധതിയിടുന്നതായാണ് സൂചനകൾ. ഈ കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലും യുക്രൈനിലെ രക്ഷാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും കാണിക്കുന്ന അസാധാരണമായ ധീരത പ്രശംസനീയമാണ്. സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കാനും അവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനും ഇവർ സജീവമായി രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ ഈ യുദ്ധം കൂടുതൽ വന്യമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് ഭൗമരാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നയതന്ത്ര ചർച്ചകൾക്കുള്ള എല്ലാ വാതിലുകളും ഇരുപക്ഷവും കൊട്ടിയടച്ചിരിക്കുകയാണ്. യുദ്ധകളത്തിലെ സൈനിക വിജയങ്ങളിലൂടെ മാത്രം തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് റഷ്യയും യുക്രൈനും ഇപ്പോൾ ശ്രമിക്കുന്നത്. കീവിലും ക്രെമൻചുക്കിലും റഷ്യ പെയ്യിച്ച ബാലിസ്റ്റിക് മിസൈൽ മഴ യുക്രൈനെ വീണ്ടും ചോരക്കളമാക്കി മാറ്റിയിരിക്കുന്നു. വൻ ശക്തികളുടെ ഈ അധികാര വടംവലിയിൽ നിരപരാധികളായ ജനങ്ങളാണ് എന്നും ഇരകളാകുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താത്ത പക്ഷം പശ്ചിമ യൂറോപ്പിലെ ഈ യുദ്ധത്തിൽ ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ ശേഷിയുള്ള ഒന്നായി മാറുമെന്ന് ഉറപ്പാണ്.